സോ ഗൈസ്, നമ്മൾ ജനിച്ച നാമ പല ഫിക്ഷണൽ സിനിമകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ ആയിട്ടുള്ള ഒരു വാക്കാണ് ടൈം ട്രാവൽ. എന്താണ് ഈ ടൈം ട്രാവൽ? എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇതിന്റെ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതേപോലെ തന്നെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു മിസ്റ്റർ ഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ടൈം ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്: ടൈം ട്രാവൽ ടു പാസ്റ്റ് ആൻഡ് ടൈം ട്രാവൽ ടു ഫ്യൂച്ചർ. നമുക്ക് ആദ്യമായി ടൈം ട്രാവൽ ടു ഫ്യൂച്ചർ എന്ന മേഖലയിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരു പാരഡോക്സിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. ട്വിൻ പാരഡോക്സ്. എന്താണ് ഈ ട്വിൻ പാരഡോക്സ്? സങ്കല്പിക്കുക, രണ്ട് ഒരേ പ്രായമുള്ള ഇരട്ട സഹോദരന്മാർ, ഏകദേശം 15 വയസ്സ് പ്രായമുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ നമ്മുടെ ഭൂമിയിൽ തന്നെ നിൽക്കുകയാണ്, മറ്റേയാൾ പ്രകാശത്തോടെ സഞ്ചരിക്കുന്ന, വേഗത്തിൽ അടുപ്പിച്ച് സഞ്ചരിക്കുന്ന ഒരു സ്പേസ് ഷിപ്പിൽ നമ്മുടെ സൗരയൂഥത്തിന് ചുറ്റും വലം വെക്കുകയാണെന്ന് വിചാരിക്കുക. ഇയാൾ 5 വർഷം സൗരയൂഥത്തിന് ചുറ്റും വലം വെച്ചിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ വലം വെച്ചയാൾക്ക് 20 വയസ്സായിരിക്കും പ്രായമായിട്ടുണ്ടാവുക. എന്നാൽ ഭൂമിയിൽ ഇരിക്കുന്ന അതേ ഇരട്ട സഹോദരന് 65 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ടാവും. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച ഈ ഒരു ഫിനോമിനൻ പറയുന്ന പേരാണ് ടൈം ഡൈലേഷൻ. അതായത് സമയം അനുഭവപ്പെടുന്നതിൽ വ്യത്യാസം ഉണ്ടാകുക. സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് സ്പീഡ് കൂടുന്നതനുസരിച്ച് സമയം കുറഞ്ഞു. അതായത് വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കും തോറും നമുക്ക് സമയം അനുഭവപ്പെടുന്നത് വളരെ പതുക്കെയാണ്. സോ നമ്മൾ പ്രകാശത്തോടൊക്കെ അടുപ്പിച്ച് പോകുമ്പോഴേക്കും ഇത് വളരെ വലിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വർഷങ്ങൾക്ക് വയസ്സിന് വരെ അങ്ങോട്ട് ചേഞ്ച് ഉണ്ടാക്കുകയും ചെയ്യും. ഇതേ നമ്മൾ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇത് ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ പ്രക്രിയയാണ്. അതായത് നമ്മൾ പ്രകാശവേഗത്തിനോടനുബന്ധിച്ച് സഞ്ചരിക്കാവുന്ന രീതിയിലുള്ളൊരു വെഹിക്കിൾ ഉണ്ടാക്കി ഇതേപോലെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു ടെക്നോളജീസ് വെച്ച് മാക്സിമം നമുക്ക് പോകാൻ കഴിയുന്നത് 2 lakh km/h ആണ്. പക്ഷെ പ്രകാശത്തിൽ എന്ന് പറയുന്നത് 3 lakh km/s ആണ്. ഇത് രണ്ടും തമ്മിൽ തന്നെ വളരെ വലിയ അന്തരമുണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ധരിക്കുന്നത് 2 lakh km/h. ഇനി അടുത്ത ടൈം ട്രാവലിന്റെ മേഖലയാണ് ടൈം ട്രാവൽ ടു പാസ്റ്റ്. ഇതിനെ സംബന്ധിച്ച് വളരെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കിത് തിയററ്റിക്കലി പോലും ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ പറയുന്ന മറ്റൊരു പാരഡോക്സ് ആണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. അതായത് നിങ്ങൾ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ വിചാരിക്കുക. പിന്നീട് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടാകുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല, നിങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പം നിങ്ങൾ ഭാവിയിലേക്ക് ഭൂതകാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയി നടത്തുന്നില്ല. സോ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മുത്തച്ഛൻ ജനിക്കുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മയും ജനിക്കുന്നു, നിങ്ങൾ ജനിക്കുന്നു, നിങ്ങൾ പോയി നിങ്ങളുടെ മുത്തച്ഛനെ തന്നെ വെള്ളുന്നു. പക്ഷെ ഇതൊരു ലൂപ്പായിട്ട് പൊക്കോണ്ടിരിക്കും. അതായത് എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശൻ ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷെ അന്നേരം നിങ്ങളുടെ മുത്തശ്ശൻ ജനിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പിന്നെ പാസ്റ്റിലേക്ക് പോരുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ലൂപ്പായിട്ട് തന്നെ നമ്മുടെ ടൈം ലൈനിനെ ആകപ്പാടെ തകർക്കാൻ സാധ്യതയുണ്ട്. സോ ഇതിന് കൊടുക്കാവുന്ന മറ്റൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ യൂണിവേഴ്സ് 2 മൾട്ടിവേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിൽ ചെന്നിട്ട് ആണ് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ കില്ല് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ യൂണിവേഴ്സിൽ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന യൂണിവേഴ്സിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇതാണ് ഒരു ഫസ്റ്റ് എക്സ്പ്ലനേഷൻ. സോ ഇതിനെ സംബന്ധിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയററ്റിക്കലി പോയി നമുക്ക് ഏകദേശം പ്രൂവ് ചെയ്യാനായിട്ടില്ല. പല സാഹചര്യങ്ങളിൽ നമുക്ക് നെഗറ്റീവ് മാസ് ഒക്കെ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതേപോലെ നെഗറ്റീവ് വെലോസിറ്റി, ഇതൊന്നും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പോലും സാധിച്ചിട്ടില്ല. നെഗറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് സ്പീഡ്, നമുക്ക് ഇതൊന്നും ഇതുവരെ നമ്മുടെ യൂണിവേഴ്സിൽ പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. സോ അപ്പോൾ ടൈം ട്രാവലിനെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഒരു ടെക് ചാനലാണ്. സ്റ്റിൽ നമ്മളൊരു സയൻസ് ബന്ധപ്പെട്ടൊരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ അതിൻ്റെതായ കുറവുകളൊക്കെ കാണും, ക്ഷമിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതനുസരിച്ച് നമ്മൾ വീണ്ടും ഇതേപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ഗൈസ്, ഇറ്റ്സ് മീ മിസ്റ്റർ DNV സൈനിങ് ഔട്ട്.